നെക്സ്റ്റ് ടോപ്പിക്ക് RC കപ്പിൾഡ് ആംപ്ലിഫയർ. നമ്മളിപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചൊക്കെ കുറേ പഠിച്ചു. അതിൻ്റെ കുറേ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പഠിച്ച ആ ഒരു ആംപ്ലിഫയറിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. കുറേ റെസിസ്റ്റേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, കപ്പാസിറ്റേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ആദ്യം നമ്മളൊരു ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബയാസിംഗ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതെല്ലാം ഞാൻ ആ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് റീജിയണിൽ ബയാസ് ചെയ്താലും മാത്രമാണ് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ ഈ ആക്റ്റീവ് റീജിയണിൽ ബയാസ് ചെയ്താൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്റ്റീവ് റീജിയണിൽ ബയാസ് ചെയ്യുകയാണെങ്കിൽ ബേസ് കറണ്ട് വെച്ചിട്ട് നമുക്ക് കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ബേസ് കറണ്ടിൽ എന്തെങ്കിലും സ്മോൾ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കളക്ടർ കറണ്ടിലും അതുപോലെ റിലേറ്റീവ്ലി, ഇപ്പോൾ ബേസ് കറണ്ടിൽ സ്മോൾ ഇൻക്രിമെൻറ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും കളക്ടർ കറണ്ടിൽ റിലേറ്റീവ്ലി ലാർജ് ആയിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും. നമുക്ക് കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. എന്ത് വെച്ചിട്ട്? ബേസ് കറണ്ട് വെച്ചിട്ട് നമുക്ക് കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യാം. അപ്പം നമ്മൾ ട്രാൻസിസ്റ്ററിന് ആക്റ്റീവ് റീജിയണിൽ ബയാസ് ചെയ്താൽ നമുക്ക് ട്രാൻസിസ്റ്ററിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്താണ് ഒരു കപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ആദ്യം ഈ കപ്ലിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. അതായത് നീഡ് ഓഫ് കപ്ലിംഗ് ഇൻ ആംപ്ലിഫയർ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്ലിംഗ് ഇൻ എൻ ആംപ്ലിഫയർ ഈസ് നീഡഡ് ടു കണക്ട് മൾട്ടിപ്പിൾ സക്സസീവ് സ്റ്റേജസ് ഇൻ എ കാസ്കേഡ്. അതായത് നമുക്കിപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക. അത് നമ്മൾ ഗെയിൻ വെച്ചിട്ടാണല്ലോ, ഇപ്പോൾ എത്രയാണോ ഗെയിൻ അതിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വലിയ ഗെയിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ലാർജ് ഗെയിൻ നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ആംപ്ലിഫയർ നമ്മൾ ഒന്നിലധികം സ്റ്റേജസ് യൂസ് ചെയ്യും ആംപ്ലിഫയറിൻ്റെ അകത്ത്. അപ്പോൾ ലാർജ് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഒന്നിലധികം സ്റ്റേജസ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റേജസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ സ്റ്റേജിനും തമ്മിൽ കണക്ട് ചെയ്യണ്ടേ? അതിനെയാണ് നമ്മൾ കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്ലിംഗ് ഇൻ എൻ ആംപ്ലിഫയർ ഈസ് നീഡഡ് ടു കണക്ട് മൾട്ടിപ്പിൾ സക്സസീവ് സ്റ്റേജസ് ഇൻ എ കാസ്കേഡ്. അതായത് ഒന്നിലധികം സക്സസീവ് സ്റ്റേജസിനെ നമ്മൾ കാസ്കേഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്, കപ്ലിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ കാസ്കേഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ്, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ്, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ്, അങ്ങനെ. അപ്പോൾ ഒന്നിലധികം സ്റ്റേജസിനെ കാസ്കേഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ ആംപ്ലിഫയർ കപ്ലിംഗ് ഈസ് നീഡഡ് ടു അവോയ്ഡ് എഫക്റ്റ് ഇൻ DC ബയാസിംഗ് വെൻ മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് ആർ കണക്റ്റഡ്. അതായത് നമ്മൾ ഈ മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതായത് ലാർജ് ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് വേണം? ഈ DC ബയാസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയാസിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. DC ബയാസിങ്, AC ബയാസിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ DC ബയാസിങ് ചെയ്യുമ്പോൾ, അതായത് പ്രോപ്പർ ആംപ്ലിഫയർ കപ്ലിംഗ് ഈസ് നീഡഡ് ടു അവോയ്ഡ് എഫക്റ്റ് ഇൻ DC ബയാസിംഗ് വെൻ മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് ആർ കണക്റ്റഡ്. അതായത് നമ്മൾ ബയാസിങ് ചെയ്യുന്ന സമയത്ത് ഈ DCൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, DC ബയാസിങ്ങിൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് കപ്ലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉള്ള ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കപ്ലിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബയാസിങ്ങിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് കപ്ലിംഗ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, കപ്ലിംഗ് ഈസ് നീഡഡ് ടു ഇൻക്രീസ് ദി ഓവറോൾ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. നമ്മൾ കപ്ലിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത് ഈ മൾട്ടിപ്പിൾ സ്റ്റേജസ്, ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ സ്റ്റേജസ് യൂസ് ചെയ്യുന്നത് ഓവറോൾ ഗെയിൻ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കപ്ലിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഗെയിനിൽ എന്ത് ചെയ്യും? ഡിക്രിമെൻ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ കപ്ലിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് പോയിന്റ്, കപ്ലിംഗ് ഈസ് നീഡഡ് ടു റെഡ്യൂസ് നോയിസ് വെൻ മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് ആർ കണക്റ്റഡ്. മൾട്ടിപ്പിൾ ആംപ്ലിഫയർ സ്റ്റേജസ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കപ്ലിംഗ് വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള നോയ്സ് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഫിഫ്ത്ത് പോയിന്റ്, പ്രോപ്പർ കപ്ലിംഗ് ഈസ് നീഡഡ് ടു റെഡ്യൂസ് ദി വേസ്റ്റേജ് ഓഫ് പവർ.
നമ്മുടെ മൾട്ടിപ്പിൾ സ്റ്റേജസ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ഓഫ് പവർ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പ്രോപ്പർ കപ്ലിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കപ്ലിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി നമ്മളിവിടെ പഠിക്കുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഈ RC കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു കപ്ലിംഗ് മെത്തേഡാണ്. ഇപ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൻ്റെ കേസിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു കപ്ലിംഗ് മെത്തേഡാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. വെൻ ലാർജ് വോൾട്ടേജ് ഗെയിൻ ഈസ് റിക്വയർഡ്, മെനി സ്റ്റേജസ് ഓഫ് ആംപ്ലിഫയർ ആർ റിക്വയർഡ്. അപ്പോൾ ദ കപ്ലിംഗ് ബിറ്റ്വീൻ സക്സസീവ് സ്റ്റേജസ് ആർ ഡൺ യൂസിങ്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കപ്ലിംഗ് മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റെസിസ്റ്റൻസ് കപ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ DC ആണ്. ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ RC കപ്ലിംഗ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ RC കപ്ലിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വൈഡ് യൂസ്ഡ് മെത്തേഡാണ്. പിന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു കപ്ലിംഗ് മെത്തേഡാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ RC കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നേരത്തെ ആ ഒരു സർക്യൂട്ടിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള ആംപ്ലിഫയറിനേക്കാളും ഒരുപാട് റെസിസ്റ്ററും ഒരുപാട് കപ്പാസിറ്ററും എല്ലാം കൂടുതൽ കാണാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻ ദിസ് കേസ് ദി resistance is the resistor connected at the collector terminal and capacitor is connected between the amplifiers. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഈ ആംപ്ലിഫയറിൻ്റെ മൾട്ടിപ്പിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻപുട്ട് സ്റ്റേജിൽ ഒരു കപ്പാസിറ്റർ കാണാം, അതുപോലെ ഔട്ട്പുട്ട് സ്റ്റേജിലും കപ്പാസിറ്റർ കാണാം. അതുപോലെ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കളക്ടർ ടെർമിനലിലൊക്കെയാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ റെസിസ്റ്ററും കപ്പാസിറ്ററും എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ കപ്പാസിറ്ററിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് നമ്മൾ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക. ബിക്കോസ് അത് DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. നമ്മൾ ഇപ്പോൾ ഇവിടെ C1 C2 നിങ്ങൾക്ക് കാണാൻ പറ്റും. C1 ഇൻപുട്ട് സൈഡിലും കാണാം, C2 ഔട്ട്പുട്ട് സൈഡിലും കാണാം. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മൾ DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കപ്ലിംഗ് മെത്തേഡിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കോസസ് സം ലോസസ് ഫോർ ലോ ഫ്രീക്വൻസി സിഗ്നൽ. നമ്മളിപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് വെക്കുക. ഇപ്പോൾ ഒരു സിഗ്നൽ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കപ്ലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ലോസസ് ഉണ്ടാവും അവിടെ. ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ അവിടെ കുറച്ച് ലോസസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഫോർ ആംപ്ലിഫൈങ് സിഗ്നൽസ് ഓഫ് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ 10 Hz ദിസ് കപ്ലിംഗ് ഈസ് ദി ബെസ്റ്റ് ആൻഡ് ലീസ്റ്റ് എക്സ്പെൻസീവ് മെത്തേഡ്. അപ്പോൾ 10 Hzനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു കപ്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ്. അതുപോലെ എക്സ്പെൻസും കുറവായിരിക്കും. അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണെങ്കിൽ എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ കപ്ലിംഗ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ 10 Hzനേക്കാളും മേലെ ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആൻഡ് ലീസ്റ്റ് എക്സ്പെൻസീവ് മെത്തേഡ് എന്ന് പറയുന്നത് കപ്ലിംഗ് മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇറ്റ് യൂഷ്വലി അപ്ലൈഡ് ഇൻ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സിലാണ് നമ്മൾ നോർമലി RC കപ്ലിംഗ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് പ്ലെയേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ടേപ്പ് റെക്കോർഡേഴ്സിൽ, പിന്നെ റേഡിയോ റിസീവേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി RC കപ്പിൾഡ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി ഇതിലുള്ള ഓരോ കപ്പാസിറ്ററൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. ആദ്യം നമ്മൾ റെസിസ്റ്റർ എടുക്കാം. ഇവിടെ ഇത് നോക്കാണ്ട് തന്നെ പറയാം കേട്ടോ, നിങ്ങൾ സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 കാണുന്നുണ്ടല്ലോ. ഇവിടെ ഈ R1 R2 എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡിവൈഡർ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഡിവൈഡർ റെസിസ്റ്റൻസ് നിങ്ങൾ ഇതിന് മുന്നേ പൊട്ടൻഷ്യൽ ഡിവൈഡർ എല്ലാം ബേസിക് ഇലക്ട്രിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡിവൈഡർ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. ഇവിടെ നമ്മുടെ ആ R1 R2ൻ്റെ തൊട്ട് മേലെ ഒരു +VCC ഇല്ലേ, ആ ഒരു VCCയിലുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഈ R1ഉം R2നും അക്രോസ് ആണ് വരിക. അതായത് VCC എന്ന് പറയുന്ന ആ ഒരു സപ്ലൈയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് R1ൻ്റെയും R2ൻ്റെയും അക്രോസ് ആണ് വരിക. സോ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിവൈഡർ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്.
ഓക്കെ. പിന്നെ ഈ റെസിസ്റ്റൻസ് RE എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അതിൻ്റെ ബയാസിങ് പോയിൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൽ വലിയ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് ആ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. ട്രാൻസിസ്റ്റർ എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ടെമ്പറേച്ചറിനനുസരിച്ച് അങ്ങനെ ഒരു വേരിയേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ ഒരു റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ RE എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് RE സ്റ്റെബിലൈസസ് ദി ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ. ടെമ്പറേച്ചർ വേരിയേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് RE യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് കപ്പാസിറ്റേഴ്സ് അല്ലേ. C1 ഉണ്ട്, C2 ഉണ്ട്, അതുപോലെ CE ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ C1, C2, CE ഞാൻ നേരത്തെ പറഞ്ഞു, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക. അതായത് DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യും, AC വോൾട്ടേജിനെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. അല്ലെങ്കിലും എല്ലാവർക്കും അറിയണ്ടാവില്ല, കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കപ്പാസിറ്റർ പാസസ് AC ആൻഡ് ബ്ലോക്സ് DC. ഇതാണ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ആ സെയിം ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തും RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അകത്തും നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഹിയർ ദ കപ്പാസിറ്റേഴ്സ് C1, C2, CE ആർ യൂസ്ഡ് ടു കപ്പിൾ ദ സിഗ്നൽ ആൻഡ് ബ്ലോക്ക് DC. അപ്പോൾ ഈ സിഗ്നലിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടും, സിഗ്നലിനെ കപ്പിൾ ചെയ്യാൻ മീൻസ് ഒരു സ്റ്റേജിലുള്ള സിഗ്നലിനെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ DCനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 കപ്പിൾസ് ദ ഇൻപുട്ട് AC സിഗ്നൽ Vin ടു ദ ഇൻപുട്ട് ഓഫ് ദി ആംപ്ലിഫയർ. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് കാണുന്നുണ്ടല്ലോ Vin, ആ Vin തൊട്ട് ശേഷമല്ലേ C1 കാണുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് AC ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് AC വോൾട്ടേജിനെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യാം വിത്തൗട്ട് എനി കണ്ടൻറ്റ് ഓഫ് DC വോൾട്ടേജ്. അപ്പോൾ DC വോൾട്ടേജിൻ്റെ കണ്ടൻറ്റ് ഇല്ലാതെ ഇൻപുട്ട് വോൾട്ടേജിനെ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സൈഡിലോട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C1 യൂസ് ചെയ്യുന്നത്. അതുപോലെ C2 എന്ന് പറഞ്ഞാൽ C2 എവിടെയുള്ളത്, ഔട്ട്പുട്ട് സൈഡിലാണ് C2 ഉള്ളത്. അപ്പോൾ C2ൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വന്നു, അതായത് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നൽ വന്നു. ഇൻ കേസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും DC കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട്, അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് ലോഡിലേക്ക് കൊടുക്കുക. ഇവിടെ ലോഡ് എന്താ, RL ആണ് ലോഡ്. RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ആണ്, ലോഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലിൽ എന്തെങ്കിലും DC വോൾട്ടേജ് കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് ACനെ മാത്രം ഔട്ട്പുട്ട് സ്റ്റേജിലോട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C2 യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡിലോട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് C2 യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ CE എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റൻസ് RE പറഞ്ഞില്ലേ, അതായത് ടെമ്പറേച്ചർ വേരിയേഷനിലും ആ സെയിം ഓപ്പറേറ്റിംഗ് പോയിന്റിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RE യൂസ് ചെയ്യുന്നത്. അപ്പോൾ REക്ക് പാരലായിട്ട് അവിടെ ഒരു CE കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CE എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് REൻ്റെ അക്രോസ് എന്തെങ്കിലും ഒരു DC വോൾട്ടേജ് വരുവാണെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സോറി DC അല്ല കേട്ടോ, AC ആണ്, പറഞ്ഞ് മാറിപ്പോയതാണ്. അപ്പോൾ ഈ RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ചേഞ്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് RE. അപ്പോൾ ഈ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് ടു ബൈപ്പാസ് AC സിഗ്നൽ ഡെവലപ്പ് അക്രോസ് RE ടു ദി ഗ്രൗണ്ട്. അതായത് ഈ REൻ്റെ അക്രോസ് എന്തെങ്കിലും ഒരു AC ഡെവലപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, CEയിലേക്ക് കൂടെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CE അവിടെ കണക്ട് ചെയ്തേക്കുന്നത്. സോ നമ്മൾ CEനെ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ C1, C2 ബ്ലോക്കിംഗ് കപ്പാസിറ്ററും CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് കപ്പാസിറ്ററും. ഓക്കെ. ബാക്കി R1, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിവൈഡർ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. പിന്നെ RE എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റർ. പിന്നെ നമ്മൾ നമ്മുടെ കളക്ടർ ടെർമിനലിൽ നമ്മൾ RC കണക്ട് ചെയ്തിട്ടുണ്ട്. RC പിന്നെ C2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലേക്ക് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്ററാണ്. ഓക്കെ. ഇത്രയാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അകത്തുള്ളത്.